ഹലോ ഗൈസ്, അപ്പം ഞാൻ ബോഗൻവില്ലൊക്കെ കൊടുക്കണ വളം ഉണ്ടാക്കണ കാര്യമുണ്ട് പറയണം. ഇതുണ്ട എൻ്റെ ബോഗൻവില്ല നോക്കി ഉണ്ട്. വളർത്തി കാണിച്ചു തരാം. കണ്ടോ, ഇതേപോലെ നല്ല തിക്കായിട്ട് പൂവിടാനായിട്ട് ഞാനൊരു വളം പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഒരു ഇതുണ്ട്, ഇലയും കൂടി കാണൂല. ഇതേപോലെ പൂവിടണമെങ്കിൽ നമ്മൾ രാസവളം ഒന്നും ഉപയോഗിക്കുന്നുണ്ട്. രാസവളം ഉപയോഗിക്കുന്നതിനല്ല ഞാൻ പറഞ്ഞത്, അല്ല ചിലർക്ക് പറ്റില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാമെന്നറിയാമോ? അതിനനുസരിച്ച് ഞാനൊരു വളം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസം കൊടുക്കും. ഇതെല്ലാവരും കൂടി നിങ്ങൾക്ക് ഒരുമിച്ച് കാണുമ്പോൾ ചിലപ്പോൾ അത് കാണാനായിട്ട് താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് 2 വീഡിയോ ആയിട്ട് കാണാമെന്ന് ഓർത്താണ്. അപ്പോൾ ഞാൻ അടുത്ത ദിവസം അതിൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പം നിങ്ങൾ ആ വീഡിയോ കാണണോട്ടെ. ഇത് കാണുന്ന ആൾക്കാർ ആ വീഡിയോയും കൂടി കണ്ടാലാണ് നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതെന്താ ഇതേപോലെയൊക്കെ പൂവുണ്ടാകണം നോക്കി. ഇത്രയും നല്ല ഭംഗിയായിട്ട് പൂവുണ്ടാകുന്നത്. അതേപോലെ വേറെ ബോഗൻവില്ലയൊക്കെ ഉണ്ട്. അതിൻ്റെ കുറേ പൂവ് വന്നുള്ളൂ. അപ്പോൾ ഞാൻ അടുത്ത ആഴ്ച നിങ്ങൾക്ക് കാണിച്ചു തരാം അതിൻ്റെ. അപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരും ടാറ്റാ. ഹലോ ഗൈസ്, അപ്പോൾ ഈ വളം കൊടുക്കുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? 1 കപ്പ് സ്ലറി എടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്തേക്കൂടെ ഒരു 15 കപ്പ് കുഞ്ഞ് ചെറിയ ബോഗൻവില്ലയാണെങ്കിൽ 15 കപ്പ് വെള്ളം ഒഴിക്കണം. വലിയ ബോഗൻവില്ലയാണെങ്കിൽ 1 കപ്പ് സ്ലറിയിൽ 10 കപ്പ് വെള്ളം കൂട്ടിയിട്ട് വേണം കേട്ടോ ഒഴിക്കാനായിട്ട്. അതായത് നമ്മൾ എത്രയും ഡയലൂട്ട് ചെയ്ത് ഒഴിക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. നല്ലോണം പൂവിടും കേട്ടോ. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് പരീക്ഷിച്ച് നോക്കിക്കോ, ഞാൻ പറഞ്ഞ വെറുതെ അല്ല. അപ്പം നിങ്ങൾ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് വേണം കേട്ടോ ഇത് കാണാനായിട്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടിട്ട് വേണം നിങ്ങൾ വളം ഉണ്ടാക്കണ വളം കാണാൻ, അല്ലെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. അതുകൊണ്ടാണ് ഈ പറയണത് കേട്ടോ. അപ്പം ആ വീഡിയോ ഞാൻ പിന്നീട് കാണിക്കാം. അടുത്തൊരു വീഡിയോ വരുന്നവർ ടാറ്റാ.